നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 15-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. 15-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് 35 മുതൽ ഉള്ള ഭാഗങ്ങളാണ്. മുപ്പത്തിയഞ്ച് മുതൽ 58 വരെയുള്ള ഭാഗങ്ങൾ. ഈ കൊരിന്ത്യർക്കുള്ള പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് 15-ാം അധ്യായം. വളരെ അധികം കാമ്പുള്ളതായ ഒരു പുസ്തകം. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിന്റെ പ്രകൃതി വിത്തിന്റെ ഉപമാനത്തിലൂടെ മരിച്ചവരുടെ ശരീരങ്ങൾ പുനരുദ്ധാനം ചെയ്യില്ല എന്ന നിലപാടെടുത്ത ചില കോരിന്ത്യസുകാരുടെ വാദഗതികളെ ഖണ്ഡിക്കുകയായിരുന്നു ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിലൂടെ നാം കണ്ടത്. 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതാണ് കണ്ടത്. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് വാദിച്ചവർ അത്തരം ഒരു നിലപാടെടുക്കാൻ കാരണമായേക്കാവുന്ന ചില അടിസ്ഥാന താത്വിക പ്രശ്നങ്ങളിലേക്കാണ് പൗലോസ്ലീഹ തുടർന്ന് വിരൽ ചൂണ്ടുന്നത്. ജീവനറ്റ ശരീരത്തിന് അഴുകി മണ്ണോട് മണ്ണായി തീർന്നിരുന്ന ഭൗതിക ഗാത്രത്തിന് എങ്ങനെ ജീവൻ ഉണ്ടാകും? അതിന് ജീവൻ ഉണ്ടാകുന്നില്ലെങ്കിൽ എങ്ങനെ ഇപ്പോഴത്തെ വ്യക്തിയും ഉത്ഥാനം ചെയ്ത വ്യക്തിയും തമ്മിൽ അസ്തിത്വത്തെ തുടർച്ചയുണ്ടാകും? ഇവയായിരുന്നു ഉത്ഥാനത്തോട് ബന്ധപ്പെട്ട താത്വിക പ്രശ്നങ്ങൾ. അതായത് കുഴിച്ചിടപ്പെട്ടതായ ഭൗതിക വസ്തുക്കൾ വീണ്ടും ജീവനുള്ള ദേഹിയായി തീരുമോ എന്ന് അവർ ചിന്തിച്ചു. ഉയർത്തെഴുന്നേൽപ്പിനെ എതിർക്കുന്നവർ വെറും ഭൗതികമായ ഒരു വീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്തു മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, ഉയർത്തു. അനേകം പേർ ഉത്ഥിതനെ കണ്ടു, സംസാരിച്ചു, സാക്ഷ്യം വഹിച്ചു. സ്വാഭാവികമായും തുടർച്ചയെ നിഷേധിക്കാൻ കഴിയാത്ത ശക്തമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു അത്. ക്രിസ്തുവിന്റെ ഉത്ഥാനം മരിച്ച ശരീരത്തിന് വീണ്ടും ജീവൻ വെച്ചതല്ല, മരിച്ച ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെട്ടത്. അതാണ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 3:21 നാം കാണുന്നു. ഈ ഭാഗം പലയിടത്തായിട്ട് വീണ്ടും വീണ്ടും അത് വരുന്നുണ്ട്. ഫിലിപ്പിയൻസ് 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർ 3:21 സ്വർഗീയമായ അസ്തിത്വത്തിന് അനുയോജ്യമായി നിന്നുകൊണ്ടാണ് ഉത്ഥിത ശരീരം എന്ന സത്യത്തിന്റെ മർമ്മം കണ്ടെത്താൻ അപ്പോസ്തലൻ നമ്മളെ ക്ഷണിക്കുന്നത്. ഇനി 35 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയാണ് വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിനും അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അതുപോലെ തന്നെ. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയും ഇരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നെ വരുന്നു. രണ്ട് ചോദ്യങ്ങളോട് കൂടിയാണ് പൗലോസ്ലീഹയുടെ ഈ ഭാഗം തുടങ്ങുന്നത്. ഒന്ന്, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഇതിനുള്ള മറുപടി 50 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. 2, ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ കാണപ്പെടുക? ഇതിന്റെ ഉത്തരം വരുന്നത് 42-49 ഭാഗങ്ങളുണ്ടായിട്ടാണ്. ശരീരത്തിന് ഉത്ഥാനം സംഭവിക്കുമ്പോൾ സമൂല അവസ്ഥാന്തരീകരണം സംഭവിക്കും. ഇത് വ്യക്തമാക്കാൻ 3 രൂപങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. 1, വിത്തുകൾ, 2, മൃഗങ്ങൾ, 3, നക്ഷത്രങ്ങൾ.
ഇവയെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഉത്ഥാന ശരീരത്തിന്റെ അവസ്ഥാന്തരീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. യേശുവിന്റെ പഠനങ്ങളിലും ഇത്തരം രൂപങ്ങൾ പുതുജീവനെ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സെയിന്റ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 12:24 നമുക്കത് കാണാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തില്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അതേപടി ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അത് വളരെ വിളവുണ്ടാകും. അതേ ഒരു ഉദാഹരണമാണ് പൗലോസ്ലീഹ ഇവിടെ വിത്തുകളുടെ ഉദാഹരണത്തിലൂടെ നമ്മളെ കാണിപ്പിക്കുന്നത്. നമ്മളുടെ പുനരുത്ഥാനത്തെ പോലെ പൗലോസ് പറയുന്നത് അതാണ്. ഒരു ഉണങ്ങിയ ഗോതമ്പ് വിത്ത് നിലത്ത് വീണ് ദ്രവിച്ച ശേഷം അതിൽ നിന്ന് ഒരു പുതിയ ചെടി മുളച്ചു വരുന്നത് പോലെ മനുഷ്യ ശരീരം നിലത്ത് വീണ് അഴുകി മണ്ണോട് മണ്ണ് ചേർന്ന ശേഷം പുതിയ ഒരു ശരീരത്തോടു കൂടി ഉയർക്കുന്നു. വിത്തും അതിൽ നിന്ന് മുളയെടുത്ത് വരുന്ന ചെടിയും തമ്മിലുള്ള അവസ്ഥാന്തരവും രൂപവ്യത്യാസവുമാണ് പുനരുത്ഥാന ശരീരത്തോടെ പൗലോസ് ഇവിടെ നമ്മളെ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണത്തിലൂടെയാണ് പൗലോസ് കാണിക്കുന്നത്. കാര്യം ഒരു ഗോതമ്പൂണി അല്ലെങ്കിൽ ഒരു വിത്ത് നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് സീസണാണ്, നമ്മളെല്ലാവരും വിത്ത് വിതയ്ക്കുന്ന കാലമാണ്. എല്ലാവരും ഇപ്പോൾ ഇനി അടുത്ത കാലങ്ങളിലെല്ലാം നമ്മൾ പള്ളിയിൽ ചെന്നാൽ ആദ്യം എല്ലാവരും ചോദിക്കുന്നത് കൃഷി തുടങ്ങിയോ എന്ന്. അപ്പോൾ നമ്മൾ ആ കൃഷി തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കും, നമ്മളിട്ട വിത്ത് കിളിച്ചോ, വിത്തിന് എന്തൊരു രൂപാന്തരം സംഭവിച്ചു. അതേ രൂപാന്തരമാണ് വളരെ സിമ്പിളായിട്ട് പൗലോസ് നമ്മളോട് പറയുന്നത്. വെറും ഒരു വിത്തിനോടാണ് മരണത്തിന് മുമ്പുള്ള ശരീരത്തെ അപ്പോസ്തലൻ ഇവിടെ താരതമ്യപ്പെടുത്തുന്നു. 37-ാം വാക്കിൽ നമ്മളത് കാണുന്നു. അത് മണ്ണിൽ വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അത് തന്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു എന്ന് 38-ാം വാക്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പൗലോസ് നമ്മളോട് പറയുന്നു. ഭൗതിക ശരീരങ്ങൾ ഓരോ ജീവജാലങ്ങളുടെയും ഒന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് പോലെ മരണത്തിന് മുമ്പുള്ള ശരീരവും ഉത്ഥാന ശരീരവും തമ്മിലും വ്യത്യാസം. ഓരോ ശരീരത്തിനും അത് അതിന്റെ പരിതസ്ഥിതിക്ക് അനുസൃതമായി സ്വഭാവവും മഹിമയുമുണ്ട്. ദൈവം ഓരോന്നും അപ്രകാരമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 39 മുതൽ 41 ഭാഗത്തെ ഇപ്പോഴത്തെ ശരീരവും പുനരുത്ഥാന ശരീരവും തമ്മിലുള്ള ഐക്യവും വ്യത്യാസവും തെളിയിക്കാൻ പല സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ജന്തുലോകത്തിലെ ദൃഷ്ടാന്തം എടുക്കുന്നു. ജന്തുക്കളെല്ലാം മാംസം ഒരുപോലെയെങ്കിലും ഘടനയിലും ഗുണത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഓരോന്നിനും വെവ്വേറെ ശരീരം കൊടുത്തു. ദൈവത്തിന് പുതുക്കപ്പെട്ട ശരീരവും കൊടുക്കുവാൻ സാധിക്കും. ദൈവ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഈ ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായമായി നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ സസ്യങ്ങൾക്കും, അതായത് 1:11 നമുക്ക് കാണുന്നുണ്ട്. അതായത് ഈ ദൈവ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ കാണാം, 1, 2, 3 ദിവസങ്ങള് അല്ലെങ്കിൽ 4 ദിവസങ്ങള് സൃഷ്ടിക്രമം നടത്തുന്നത്. ഒരു ക്രമം, ലോകത്തിലൊരു ക്രമം അവിടെ കൊണ്ടുവരുന്നുണ്ട്. 1, 2, 3, 4 ദിവസം. എന്നാൽ 5, 6 ദിവസങ്ങളിലാണ് ബാക്കിയുള്ള ജീവനുമായിട്ടുള്ള എല്ലാവിധമായ സൃഷ്ടിക്ക് ജീവൻ കൊടുക്കുന്ന ഒരു സന്ദർഭം വരുന്നത് 5ഉം 6ഉം ദിവസങ്ങളിൽ. അതായത് 5-ാം ദിവസമാണ് മത്സ്യങ്ങളെ, പക്ഷികളെ, ഇവയ്ക്കെല്ലാം ജീവൻ കൊടുക്കും. ഉൽപ്പത്തി 1:11 നമ്മളത് കാണുന്നുണ്ട്. മൃഗങ്ങൾക്കും ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ അതെ, 1:11 അത് സസ്യങ്ങൾക്കെല്ലാം ജീവൻ നൽകുന്നു. അത് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും നൽകുന്നതാണ് 1:21 നമുക്ക് കാണുന്നത്. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതതുതരം ജലജന്തുക്കളെയും അതതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. അതുപോലെ തന്നെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയത് 1:16 നമ്മളെ കാണുന്നത്. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങൾ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അങ്ങനെ അപ്പം ഈ ഉൽപ്പത്തി പുസ്തകമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴേ ഓരോ ദിവസം ദൈവം ഓരോന്നിനും ഓരോ ഭാവത്തില് ദൈവം അതിനെ ദൈവം സൃഷ്ടിച്ചതായ ഈ ലോകത്തില് തികഞ്ഞ നാനാത്വം ഉണ്ട് എന്ന്, അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള മനുഷ്യ ശരീരമല്ലാതെ
മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന ഉള്ള ഓർമ്മയിലാണ് നമ്മളെ പൗലോസ് അത് എടുത്തു പറയുന്നത്. ഭൂമിയിലുള്ള എല്ലാ ജീവികളുടെയും മാംസം വേറെ, ഒരേ പരിതസ്ഥിതിയിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിവിധ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാ ആകാശഗോളവും ആയാലും അവയ്ക്ക് തേജസ്സിൽ വ്യത്യാസം. അതായത് സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ടെന്ന് പൗലോസ് പറയുന്നു. ഭൗമിക ശരീരങ്ങൾക്കും സ്വർഗീയ ശരീരങ്ങൾക്കും തേജസ് ഒരുപോലെയല്ല എന്ന് പൗലോസ് വ്യക്തമാക്കും. അതാണ് ഈ ഗോളങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞതിന്റെ ഒരു കാര്യം. അത് ഗോളങ്ങൾ ഓരോന്നും സൂര്യനും ചന്ദ്രനും എല്ലാം ആകാശത്തിലുള്ള ഗോളങ്ങളാണെങ്കിൽ പോലും അതിന്റെ തേജസ്സിന് വ്യത്യാസം. വാനഗോളങ്ങളെ സൃഷ്ടിച്ച വിവിധ തേജസ്സോടുകൂടി ഗോളങ്ങളെ സൃഷ്ടിച്ചതായ ദൈവത്തിന് പുനരുത്ഥാന ശരീരത്തിന് അതിൻ്റെതായ ഒരു തേജസ് കൊടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുവാനാണ് ഈ ഭാഗം എടുത്ത് നമ്മളെ കാണിപ്പിക്കുന്നത്. അടുത്തത് 42 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ നാം കാണുന്നത് എങ്ങനെയുള്ള ശരീരത്തോടെയാണ് മരിച്ചവർ ഉയർക്കുന്നത് എന്ന 45-ാം വാക്യത്തിലെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണത്. മരിച്ചവർക്ക് വ്യത്യസ്തമായ ഒരു ശരീരം ലഭിക്കും. അത് പുതിയ ജീവിതത്തിന് അനുയോജ്യമായതായിരിക്കും. അത് പുനരുത്ഥാനത്തിന്റെ രൂപാന്തരം. അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉയർക്കുന്നത് എന്ന 35-ാം വാക്യത്തിൽ രണ്ടാമത്തെ ചോദ്യം, അതിന്റെ ആൻസറാണ് അവിടെ വരുന്നത്. നമ്മുടെ ഈ ശരീരം ഒന്നാമത്തെ ആദാമിന്റെ ശരീരം പോലെയാണ്. അത് ജഡീകമായ അഭിലാഷങ്ങൾക്ക് വിധേയവും പാപത്തിന്റെ അവസ്ഥയിലും അവയ്ക്ക് നശ്വരതയും ദൗർബല്യവും അപമാനവും ഭൗതികതയും. എന്നാൽ പുനരുത്ഥാനത്തിലൂടെ അത് അനശ്വരവും ബലമുള്ളതും മാനമുള്ളതും ആത്മീയവുമായ ശരീരമായി. അത് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് അനുയോജ്യമായിരിക്കും. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകതയായി നാം കാണുന്നത് തേജസ്സും ദൈവിക ശക്തിയുമാകുന്നു. മരിച്ച സംസ്കരിക്കപ്പെടുന്ന ശരീരം നശ്വരവും അവമതിക്കപ്പെടുന്നതും ബലഹീനവും ഭൗതികവുമാണ് എന്നതുപോലെ ഉത്ഥാന ശരീരമാകട്ടെ അനശ്വരവും മഹത്വമുള്ളതുമാകുന്നു, എന്നാൽ ശക്തിയുള്ളതും ആത്മീയവും. അതാണ് പൗലോസ് പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. ഉത്ഥാന ശരീരം ഭൗതിക ശരീരത്തിന്റെ പ്രകൃതിയെ അതിജീവിച്ച് പുതിയ അവസ്ഥാവിശേഷം ഉൾക്കൊണ്ടിരിക്കും. അനശ്വരമായ ആത്മീയ തലത്തിലേക്ക് ഇണങ്ങുന്ന പ്രകൃത്യാതീതമായ ശരീരമാണ്. അത് പ്രകൃതിക്കും, അതായത് നമുക്ക് അറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ അടച്ചിട്ടിരുന്നതായ കതവിലൂടെ ഉള്ളിലേക്ക് വന്നതായ കർത്താവിന്റെ ശരീരം, അതിന്റെ ആ ഒരു ശരീരം ഒരു ആത്മീയ ശരീരം. അവിടെ ഒരു ശരീരത്തിന്റെ ഒരു സ്ഥിതിവിശേഷമല്ല അവിടെ നാം കാണുന്നത്. ആത്മീയ ശരീരം, അതാ ഉയർത്തെഴുന്നേറ്റ ശരീരം ജീവൻ നൽകുന്ന ആത്മാവിനാലാണ് ജീവൻ പ്രാപിക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് നാം കാണുന്നത്, അതായത് പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന റോമർ 8:11 നാം കാണുന്നുണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചിരിക്കുന്ന ആത്മാവ് കൊണ്ട് നമ്മുടെ മർത്ത ശരീരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പൗലോസ് അവിടെ നമ്മളെ എടുത്ത് കാണിക്കുന്നു. 45-49 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇനി പോകാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഇത് പ്രാകൃത ശരീരവും ആത്മീയ ശരീരവും ഉണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം. പ്രാകൃത ശരീരം, രണ്ട് തരത്തിലുള്ള ശരീരങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ് നമ്മളെ നോക്കുന്നത്. പ്രാകൃത ശരീരം എന്നത് ദേഹിയുടെ അല്ലെ പ്രാണന്റെ ചൈതന്യത്താൽ നയിക്കപ്പെടുന്ന ശരീരമാണ്. ആത്മീയ ശരീരം എന്നത് ദൈവിക ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ശരീരം എന്നാണ് അർത്ഥം. പ്രാകൃത ശരീരം ഈ യുഗത്തിലെ ജീവിതത്തിന് അനുയോജ്യമായതാണ്. ആത്മീയ ശരീരം വരുവാനുള്ള യുഗത്തിന് അനുസൃതമാണ്.
അതായത് പുനരുത്ഥാനത്തിൽ രൂപാന്തരം പ്രാപിക്കുന്ന പ്രാകൃത ശരീരം, അതായത് ഒന്നാമത്തെ ആദാമിൽ കണ്ടതായത് നമ്മുടെ ശരീരം, ആത്മീയ ശരീരം ഒടുക്കത്തെ ആദാം, അതായത് ജീവൻ നൽകുന്നതായ അല്ലെങ്കിൽ ശരീരത്തെ നൽകുന്നവനായ രണ്ടാം ആദാം എന്ന് പറയുന്ന വീണ്ടെടുക്കുന്നതായ ഒരു ശരീരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ രണ്ടുവിധ ശരീരങ്ങൾ ഉള്ളതിനാൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ യുക്തിപൂർവമാകുന്നു. ഭൗതികവും ആത്മീയവുമായ ജീവൻ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ആദവും ക്രിസ്തുവും തമ്മിലുള്ള സമാന്തരത ഇവിടെ വിശദീകരിക്കുന്നു. അതായത് ഭൗതികമായതിനെ ആദാമിനോടും ആത്മീയമായതിനെ കർത്താവിനോടുമാണ് ഉപയോഗിച്ചാണ് നമ്മളെ ഇവിടെ പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം മാത്രമേ ഒന്നാമത്തേത് എന്ന് നമ്മൾ 46-ാം വാക്യത്തിൽ കാണും. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. അതായത് അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഉൽപ്പത്തി 2:7 നമുക്ക് കാണാം. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതെ, ഇവിടെയാണ് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ, ഭൗമികമായ മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചു എന്ന് നമ്മളെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വാക്യം ധരിച്ച് ആദവും ക്രിസ്തുവും തമ്മിലുള്ള സാദൃമ്യം വ്യക്തമാക്കുകയാണ്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീരുകയും അവസാനത്തെ ആദാം ജീവദാതാവായ ആത്മാവായി തീരുകയും ചെയ്യുന്നുവെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യ ആദാം മണ്ണിൽ നിന്നായിരുന്നതുപോലെ നമ്മുടെ ജീവനും ഈ ഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്നു. എന്നിരിക്കലും ക്രിസ്തീയ വിശ്വാസികൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിൻ്റെതാണെന്നും അതേസമയം അവരുടെ ആത്മീയ ജീവൻ പൂർണ്ണതയിലെത്താൻ ഇരിക്കുന്നതേ ഉള്ളെന്നും ആണ് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞതായ ഒരു വാക്യം നമുക്ക് അവിടെ കാണാം. 6:63, സെയിന്റ് ജോൺ ചാപ്റ്റർ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അതെ, ആത്മാവ് ജീവൻ നൽകുന്നതാണ്. അതായത് ശരീരം അല്ലെങ്കിൽ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് നമ്മളെ കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു. കാര്യം നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവ് പറഞ്ഞതായ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് നമ്മളെ യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഭൂമിയിലായിരിക്കുന്നിടത്തോളം നാം ഭൗമിക ആദത്തിന്റെ സവിശേഷത ധരിക്കുന്നു. മരണാനന്തരം സ്വർഗീയ ആദത്തിന്റെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ പ്രത്യേകതകൾ ധരിക്കുന്നു എന്നും നമ്മളെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ആദവും ക്രിസ്തുവും മനുഷ്യത്വത്തിന്റെ വിശാല സാധ്യതകൾ പ്രതിദാനം ചെയ്യുന്നു. എല്ലാവർക്കും ഈ സാധ്യതകൾ ഉണ്ട്. കാര്യം ആദാം ജനിച്ചത്, അല്ലെങ്കിൽ ആദാം ലോകത്ത് ജീവിച്ചതുപോലെ തന്നെയാണ് നാമും ലോകത്തിൽ ജീവിക്കുന്നത്. അതായത് ആദം എന്തായിരുന്നു അതും ക്രിസ്തു എന്തായിരിക്കുന്നു അതും ഒരു യാഥാർത്ഥ്യം. അത് നാം മനസ്സിലാക്കണം. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയ 3-ാം അധ്യായം 31, സെയിന്റ് ജോൺ ചാപ്റ്റർ 3:31 നമ്മൾ കാണുന്നുണ്ട്. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നുമില്ല. അതെ, കർത്താവ് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് അത്. നമ്മളെ പൗലോസ്ലീഹ അതാണ് നമ്മളെ ഇവിടെ എടുത്തും കാണിക്കുന്നത്. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവൻ നമുക്ക് ഭൂമിയുടേതാണെന്നും, എന്നാൽ രണ്ടാമത്തവൻ സ്വർഗീയവനാകുന്നു. സ്വർഗീയന്റെ പ്രതിമ, അതായത് നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുന്നു എന്നിട്ട് ഒരു റെഫറൻസ് ആണ് നമ്മൾ അവിടെ കാണുന്നത് 49-ാം വാക്യം. അതായത് ഇന്നുള്ളതും നാളെ ആയിരിക്കേണ്ടതുമായ യാഥാർത്ഥ്യം നമ്മുടെ ശരീരങ്ങൾ ഭൗമിക ശരീരങ്ങളാണ്. ഭൗമിക വസ്തുക്കളുടെ എല്ലാം സ്വാഭാവിക പ്രകൃതിയായ നാശോന്മുഖത അവയ്ക്കുമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ വെറും ഭൗമികർ മാത്രമല്ല. ക്രിസ്തുവിനോടുള്ള അവരുടെ ബന്ധം വഴി ഉത്ഥിതനായ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് അവനു വേണ്ടി ഏക ശരീരമാകുന്ന ജ്ഞാനസ്നാനം വഴി അവർ ക്രിസ്തുവിനോട് ചേർന്ന് ആത്മീയരും ആയി തീർന്നിരിക്കുന്നു. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഒത്തിരി
ഈ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇന്നുള്ളതും നാളെ വിവരിക്കേണ്ടതുമായ യാഥാർത്ഥ്യം നമ്മുടെ ശരീരങ്ങൾ ഭൗമിക ശരീരങ്ങളാണ്. ഭൗമിക വസ്തുക്കളുടെ എല്ലാ സ്വാഭാവിക പ്രകൃതിയായ നാശോന്മുഖത അവയ്ക്കുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ വെറും ഭൗമികർ മാത്രമല്ല. ക്രിസ്തുവിനോടുള്ള അവരുടെ ബന്ധം വഴി ഉത്ഥിതനായ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് അവന് വേണ്ടി ഏക ശരീരമാകുന്ന ജ്ഞാനസ്നാനം വഴി അവർ ക്രിസ്തുവിനോട് ചേർന്ന് ആത്മീയരുമായി തീർന്നു. അത് നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ടാകും. മാമോദീസായിൽ നമ്മളിത് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ് മാമോദീസായിൽ നമ്മൾ ചെയ്യുന്നത്. ആ മാമോദീസ തൊട്ടിൽ നിന്ന് നമ്മളെ മൂറോൻ അഭിഷേകത്താൽ എഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാമ്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് ഇവിടെ എടുത്ത് നമ്മളെ കാണുന്നത്. ഇവിടെ ക്രിസ്തുവിനുള്ളവരും അവനെ പോലെ ആകും എന്നാണ് അതിന് അർത്ഥമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് ജ്ഞാനസ്നാനത്താൽ നാം ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്ത്യാനികളായി ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ ഭൗമികന്റെ സാദൃശ്യത്തിൽ ഭൗമികമായി ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സെയിന്റ് ജോൺ യോഹന്നാന്റെ ലേഖനം 1:3-2 നാം ഇത് കാണുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്നുവെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യരാകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശ്യരാകും. എത്ര വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ അത് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. അതായത് വിശുദ്ധ മാമോദീസായാലും നമ്മൾ ജ്ഞാനസ്നാനത്തിലാണ് നാം ദൈവത്തിന്റെ മക്കളായിത്തീരുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ പിന്നെ എന്താകുമെന്ന് വെളിപ്പെട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം പറയുന്നു, അവിടെ നിന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. എത്ര ഒരു പ്രത്യാശയ്ക്ക് വഴി നൽകുന്ന ഒരു ഭാഗമായിട്ട് അത് കാണുന്നു. ഈ ഭാഗം അവസാനിക്കുന്നത് നമുക്ക് സ്വർഗീയ സാദൃശ്യം ധരിക്കാം എന്ന ഉപദേശമായാണ്. അവിടുന്ന് അതായത് റോമാ ലേഖനം 8:29 നമ്മൾ അതിന്റെ ഒരു അവസാന 49 അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നമുക്കൊരു പ്രത്യാശയുടെ ഒരു സ്വർഗീയ സാദൃശ്യം ധരിക്കാം എന്ന ഇതിന്റെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് എടുത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. 15:49 ഒരു റെഫറൻസ് ആണ് റോമർ 8:29. സഹോദരന്മാരിൽ ആദ്യജാതനാകുന്നത് പോലെ നമ്മളെ തേജസ്കരിക്കും എന്ന് റോമർ എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ 50 മുതൽ 58 വരെയുള്ള ഭാഗമാണ്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവ്യത്വം അദ്രവ്യത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. 50 മുതൽ 58 വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഒരു വിശ്വാസിയുടെ പ്രത്യാശ, അതാണ് എൻ്റെ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാനൊക്കാവുന്ന ഒരു കാര്യം. നമ്മളുടെ പ്രത്യാശ എന്തിലായിരിക്കണം
എന്നുള്ളതായിരിക്കണം. കർത്താവ് വരുമ്പോൾ ജീവിക്കുന്ന വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്നത്. പൗലോസിന്റെ യുഗാന്ത്യ ദർശനമാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മളെ പ്രകടമാക്കിയിരിക്കുന്നത്. നശ്വരതയും മർത്യതയും സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി യുഗാന്ത്യോന്മുഖ ചിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ യുഗാന്ത്യമുഖത്തെ നമ്മൾ പഠിച്ചതാണ്. അവതരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് മരിച്ചവർ എങ്ങനെയാണ് ഉയർക്കുക, അവരുടെ ശരീരം എങ്ങനെയിരിക്കും എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് അന്ത്യം കുറിക്കുന്നത്. പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ആദത്തിന്റെ സൃഷ്ടി പഴയ മാനവകുലത്തിന് പ്രാരംഭമിട്ടതുപോലെ യേശുവിന്റെ പുനരുത്ഥാനം പുതിയ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി തുടക്കം കുറിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് 15:36 നമ്മൾ അത് കണ്ടതാണ്. ക്രിസ്തുവിന്റെ ഉത്ഥാന ശരീരം എന്ന യാഥാർത്ഥ്യത്തിലൂടെ അതിന്റെ ഉറച്ചടിസ്ഥാനവും നാം കണ്ടു. 15:45 ഭാഗത്ത് ക്രിസ്തുവിന്റെ ഉത്ഥാന ശരീരം എന്ന യാഥാർത്ഥ്യത്തിലൂടെ അതിന്റെ ഉറച്ച അടിസ്ഥാനം സ്ഥാപിച്ച ശേഷം മനുഷ്യരുടെ പ്രത്യാശയ്ക്കായി 3 കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പൗലോസ് സുപ്രധാനമായി ഈ അധ്യായത്തിന്റെ പഠനം അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തേത് സ്വർഗീയ തലത്തിലുള്ള അസ്തിത്വത്തിലേക്ക് പ്രവേശിക്കാൻ സർവ്വ സൃഷ്ടികളും ഒരു അവസ്ഥാന്തരത്തിന് വിധേയമാക്കപ്പെട്ടേ പറ്റൂ എന്നാണ് പൗലോസ് എടുത്തു പറയുന്നത്. നശ്വരമായ ശരീരം അനശ്വരതയിലേക്കും അവസ്ഥാന്തര വിവരണം നടത്തുന്ന ദൈവിക പ്രവൃത്തിയാണ് ഉത്ഥാനം. അതായത് ഉത്ഥാന ശരീരത്തിന് അനശ്വരതയിൽ ക്രിസ്തുവിനോടൊത്ത് ആയിരിക്കാൻ കഴിയും. അത് ഒന്നുകൂടെ പറയാം. നശ്വരമായ ശരീരം അനശ്വരതയിലേക്ക് വരണമെങ്കിൽ അത് അവസ്ഥാന്തര വിവരണം നടത്തി ദൈവിക പ്രവൃത്തിയായ ഉത്ഥാനത്തിന്റെ ശരീരത്തിന് ഉത്ഥാന ശരീരമായി രൂപാന്തരം വന്നാൽ മാത്രമേ അനശ്വരതയിൽ ക്രിസ്തുവിനോടൊത്തായിരിക്കാൻ കഴിയൂ എന്ന് പൗലോസിലെ ഓർമ്മിക്കണം. നശ്വരമായ ശരീര രക്തങ്ങൾക്ക് അത് ജീവിച്ചിരിക്കുന്നവരുടെ ആയാലും വാങ്ങിപ്പോയവരുടെ ആയാലും രൂപാന്തരീകരണം അല്ലെങ്കിൽ അവസ്ഥാന്തരീകരണം സംഭവിക്കണം. എന്നാൽ മാത്രമേ നശ്വരമായ കർത്താവിനോടൊത്തുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 2 മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഈ അവസ്ഥാന്തരീകരണത്തിന് വിധേയമാകണം. എന്നാൽ മാത്രമേ കർത്താവിനോടൊത്ത് ഉള്ള വാസത്തിന് വാസത്തിന് യോഗ്യരാകുകയുള്ളൂ. 15:51 നമ്മളോടൊരു മർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഈ മർമ്മം തന്റെ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ജീവനോടിരിക്കുന്നവരെ വിശ്വാസികളുടെ ശരീരം ഉടനെ രൂപാന്തരപ്പെടുകയും അത് അമർത്യതയുള്ളതും നശിക്കാത്തതുമായി തീരുകയും ചെയ്യും എന്നതാണ് ആ മർമ്മം. അതായത് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, റെഫറൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിന്റ് ജോൺ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തിലെ 3-ാം വാക്യം നാം കാണുന്നുണ്ട്. കർത്താവ് പറയുന്നതായ ഒരു ഉറപ്പാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് വിശ്വാസിയുടെ പ്രത്യാശ എന്നാണ് ഒരു ഹെഡിങ്ങിൽ തുടങ്ങിയത്. ആ പ്രത്യാശയാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് രണ്ടാമത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ആ ഒരു പ്രത്യാശയിലേക്കാണ് അതാണ് ഈ പറഞ്ഞ മർമ്മം. യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് മർമ്മമാണ്. അതായത് പൗലോസിന് ഉണ്ടായ ഒരു വെളിപാടാണ്. യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് പൗലോസിനുണ്ടായ ഒരു വെളിപാടാണ് ആ മർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ മർമ്മമാണ് നമ്മളിപ്പോ കണ്ട യോഹന്നാൻ ശ്ലീഹയുടെ പുസ്തകത്തിൽ കണ്ടത്. 2ാമത്തെ വരവെങ്കിൽ എല്ലാവരും മരിക്കയില്ലെങ്കിലും തന്നെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കും. ഈ രൂപാന്തരം എപ്പോൾ സംഭവിച്ചാലും അത് ക്ഷണനേരത്തിലായിരിക്കും അത് സംഭവിക്കുന്നത്. തന്റെ പ്രത്യക്ഷതയെ വിളിച്ചറിയിക്കുന്ന അന്ത്യകാലം ഈ യുഗത്തിന്റെ അവസാനം കുറിക്കുന്നു. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. അത് തന്നെ വീണ്ടും നമ്മൾ കർത്താവ് എന്നെ പറയുന്ന ഒരു കാര്യം വീണ്ടും നമുക്ക് കാണാം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തില് 5-ാം അധ്യായം 25-28 ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. 5-ാം അധ്യായം 25-ാം വാക്യം 28-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു.
28 ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അത് വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കപ്പെടും, ജീവനൊരിക്കുന്നവർ രൂപാന്തരപ്പെടും. അത് രണ്ടുമാണ് ഈ എടുത്ത് പറഞ്ഞിരിക്കുന്ന 25-ന്റെ 25-ഉം 28-ഉം ഭാഗങ്ങൾ. അതായത് മരിച്ചോർ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു, വന്നു കഴിഞ്ഞ് സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കുമെന്നും. ഇതിൽ അതുപോലെ കല്ലറകളിൽ ഉള്ളവരും അവന്റെ സ്വരം ശ്രവിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവിന്റെ ഒരു ഉറപ്പാണ് ഈ വേദഭാഗത്തിലൂടെ നാം കാണും. മരിച്ചോർ ദൈവശബ്ദം കേൾക്കുന്നവർ ജീവിക്കും. ഇത് ആത്മീയ മരണത്തെയും ആത്മീയ ജീവനെ എന്നതുപോലെ തന്നെ ശാരീരിക മരണത്തെയും ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നു. ഈ ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ശബ്ദം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും, അതായത് കർത്താവിന്റെ ശബ്ദം, എന്റെ ശബ്ദം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനെ കൈക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. മരിച്ചവനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് പുത്രൻ തമ്പുരാൻ എന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടെന്നും നമ്മളെ സുവിശേഷങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് പൗലോസ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അവിടെ വീണ്ടും പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന പൗലോസിന്റെ പദപ്രയോഗം തങ്ങളുടെ തലമുറയിൽ തന്നെ ക്രിസ്തു തന്റെ വിശ്വസ്തർക്ക്, അത് പൗലോസിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കർത്താവ് ഉടൻ വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, മോറാനാഥ എന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്ന പുതിയ നിയമ പ്രതീക്ഷയിലുള്ള അവന്റെ വിശ്വാസത്തെയാണ് കാണിച്ചിരുന്നത്. പൗലോസിന്റെ ജീവിതകാലത്ത് ക്രിസ്തു വന്നില്ല എങ്കിലും ഏതു സമയത്തും വരാമെന്ന് അവൻ അറിഞ്ഞിരുന്നുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ അവന് അവകാശമുണ്ടായിരുന്നു. അത് അവൻ തന്റെ പ്രേക്ഷിത പ്രവർത്തന കാലത്ത് എല്ലാവരെയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു സഭയോടാണ് മുമ്പ് അതായത് പൗലോസ് ലീഹ പറയുന്നുണ്ട്. അതായത് തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-18 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 13-ാമത്തെ വാക്യം വായിച്ചാൽ മതി. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ 18-ാം വാക്യം, 18-ാം, അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ. ഈ 18-ാമത്തെ വാക്യം, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും. 17 അത് അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾക്ക് പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും എന്ന് എഴുതിയിരിക്കുന്നത്. അത് 15-ാം. താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തു, അത് ഈ പുനരുത്ഥാനത്തെ രണ്ടാം വരവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നാം അത് കാണുന്നത്. അത് ഈ തെസ്സലോനിയർക്ക് എഴുതിയ സമയത്ത് അവിടെ ഈ മരിച്ചുപോയവരെ കുറിച്ച് ഓർമ്മിച്ച് വിഷമിച്ചിരിക്കുന്നവരുടെ അടുത്താണ് അങ്ങനെ അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തമ്മിൽ ആശ്വസിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ 18-ാം വാക്യം നാം കാണുന്നത്. എന്നാൽ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദ്രവത്വമുള്ള ദ്രവത്വത്തെയും എന്ന് പറഞ്ഞ് അമർത്യത്വത്തെയും എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇവിടെ ജീവനോടിരിക്കുന്നവരെ കുറിച്ചാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ യുഗാന്ത്യകാലത്തെ കുറിച്ച് കൊരിന്ത്യരുടെ നിലപാടിനെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ ഈ കണ്ണിമയ്ക്കുന്നിടയിൽ എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചോർ അക്ഷരായിരിക്കും എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അതായത് 52-ാം വാക്യത്തിൽ നമ്മളെ കാണിക്കുന്നു. ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലും എന്നാൽ ഇവിടെ തങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഓർത്ത് ദുരാഭിമാനത്തിലും അഹങ്കാരത്തിലും കഴിയുകയായിരുന്നു കൊരിന്ത്യർ. അവരോടാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ യുഗാന്ത്യ കാര്യത്തെക്കുറിച്ച് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനവും ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലും ആത്മീയ ദാനങ്ങളും എല്ലാം അതിന്റെ പ്രാരംഭം മാത്രമാണെന്ന്, യുഗാന്ത്യത്തിൽ മരണം തന്നെ ഇല്ലാതാവും, ക്രിസ്തു മരണത്തിന്മേൽ പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും തിരുവചനത്തിലെ 2 ഭാഗങ്ങൾ എടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ മരണത്തിന് മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആഘോഷത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം അവിടുന്ന് കാണുന്നു.
അതുപോലെ തന്നെ ഹോസിയ 13:14. ഐസയ്യ 25:8 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ഹോശേയ 13:14. ഹോശേയ 13:14. ഹോശേയ എത്രാമധ്യായം? 13:14. 13-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? അതായത് 54, 55, 56 വാക്യങ്ങളുടെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതായത് പ്രവചന പുസ്തകത്തിൽ നിന്നാണ് പൗലോസ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. നിന്റെ മഹാമാരികൾ എവിടെ? പാതാളം നിന്റെ സംഹാരം എവിടെ എന്നുള്ളത്. അവിടെ ഇത് പൗലോസ് ക്രിസ്തു വഴി മരണത്തിന്മേൽ നമുക്ക് വിജയം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ വിജയഗീതം അവസാനിപ്പിക്കുന്നത്. കർത്താവിന്റെ വരവോടെ മരണത്തിന്റെ മേൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെ ഭയപ്പെടേണ്ടതില്ല. അതോടെ ജീവിതം തീരുന്നില്ല. മരണത്തിന്റെ ദംശനവും പാപത്തിന്റെ ശക്തിയും നിയമവും ആണ് എന്നുള്ള വാക്കുകൾ മരണത്തിന്റെ തുടക്കത്തെ കുറിച്ചുള്ള വെളിപാടിന്റെ കാഴ്ചപ്പാടായി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പാപമാണ് മരണത്തിനിടയാക്കിയത്. ആദത്തിന്റെ പാപം മരണത്തെ ലോകത്തിന് സമ്മാനിച്ചുവെങ്കിൽ ക്രിസ്തുവിലൂടെ മരണത്തിന്മേൽ വിജയം വരിച്ച മരണത്തെ മാത്രമല്ല കാരണമായ പാപത്തെയും പിഴുതെറിയുന്നത് ഈ ലോക ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ അനശ്വരത സാന്നിധ്യത്തിലേക്ക് കടന്നുപോക്കലായി മരണം മാറുന്നതോടെ മരണം ഒരു നേട്ടമായി തീരുന്നതായി പൗലോസ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ക്രിസ്തുവിന്റെ മരണത്താൽ വിജയം വരിച്ച് മരണത്തെ മാത്രമല്ല മരണകാരണമായ പാപത്തെയും, അതായത് മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, അത് ഈ ന്യായപ്രമാണം അത് താഴോട്ട് വരുന്നുണ്ട്. ന്യായപ്രമാണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ കടന്നുപോക്കലായി മരണം മാറുന്നതോടെ മരണം ഒരു നേട്ടമായി തീരുന്നു. നമുക്ക് ഈ മരണം ഒരു നേട്ടമായി തീരുന്നത് പൗലോസിന്റെ പഠിപ്പിക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 മരണം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണെന്ന് പൗലോസ്ലീഹ പറയുന്ന ഒരു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതെ, ലാഭവുമാണെന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. അതാണ് മരണം ഒരു നേട്ടമായി നാം കാണണം. അതായത് ഈ നമ്മളെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഭയമുള്ള കാര്യം മരണം. ഈ നമുക്ക് മരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ഭയമുള്ള കാര്യം. എന്നാൽ മരണത്തോട് അടുക്കുമ്പോൾ നമ്മളൊന്ന് സന്തോഷത്തോടെ ആ മരണത്തെ സ്വീകരിക്കാനൊന്ന് തയ്യാറായി നിൽക്കുക. ഞാൻ എപ്പോഴും ഞാൻ കർത്താവിന്റെ വിളിക്കായി കാത്തിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഈ ലോകൈക ചിന്തകളെ കുറിച്ചെല്ലാം ഒന്ന് വിട്ട് ഞാൻ റെഡിയാണ്, നാളെ കർത്താവ് വന്നാലും ഞാൻ റെഡിയാണെന്നോ ചിന്തിച്ചെന്ന് നോക്കിക്കുക. അപ്പം നമുക്ക് യാതൊരുമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും എന്താണെങ്കിൽ പോലും നമുക്ക് അതിനെ അതിജീവിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കളഞ്ഞു, തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമല്ല. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകും, കുർബാന കൊള്ളും, എല്ലാം ചെയ്യും. പക്ഷെ നമുക്കൊരു മരണം അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേന് കംപ്ലീറ്റ് നമ്മുടെ വിശ്വാസം തകർന്നു. അങ്ങനെ ആകരുത്. നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും കർത്താവിന്റെ ശരീരം ഉൾക്കൊണ്ടവനായ എനിക്ക് ഒന്നും വരത്തില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം നമുക്ക് പിന്നെ എന്തിനാ പേടിക്കാനുള്ള ഒന്നുമില്ല. അവിടാണ് എനിക്ക് ജീവിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിൽ മരണം നേട്ടവുമാണെന്ന് നമുക്ക് പറയാൻ നമുക്ക് കഴിയണം. 56 മുതൽ 58 വരെയുള്ള വാക്യങ്ങളൊക്കെ പാപവുമായുള്ള വീഴ്ചയിലാണ് മരണത്തിന്റെ അധികാരം നിലകൊള്ളുന്നത്. അത് ജനസിസ് 2:17 നാം കാണുന്നുണ്ട്.
അവിടാണല്ലോ പാപം തുടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അവിടാണ് ഈ സംഗതി തുടങ്ങിയത്, പാപം തുടങ്ങിയത്. കർത്താവിന്റെ കൽപ്പനയായിരുന്നു. ആ കൽപ്പനയെ നമ്മൾ അല്ലെങ്കിൽ ആദം ഹവ്വ അതിനെ അനുസരിച്ചില്ല. അവിടെ നിന്നാണ് മരണത്തിന്റെ ക്രിസ്തുവിന്റെ മരണത്തോടെ പാപത്തിന്റെ ശക്തിയെ തകർത്ത് അങ്ങനെ മരണത്തിന്റെ വിഷമുള്ള ഒടിച്ചു കളഞ്ഞ് പാപത്തിന് പ്രവർത്തിക്കുവാൻ നിയമം ആധാരമായി തീരുന്ന നിയമം, അതായത് നിയമാവലി വന്നപ്പോഴാണ് പാപത്തിനെ കുറിച്ച് മനുഷ്യർക്ക് ബോധമുണ്ടാക്കിയത് എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 5:13 നമുക്ക് വായിക്കുന്നത്. അതുവരെ നിയമമില്ലായിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് പാപം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ കണക്കിടപ്പെട്ടില്ല. കാര്യം അതൊരു നിയമമില്ലായിരുന്നു. നമുക്ക് ഇവിടെ ആണെങ്കിലും നമുക്കൊരു നിയമം ഉള്ളത് കൊണ്ടല്ലേ നിയമം ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷ വരുന്നു. നിയമം ഇല്ലാത്തപ്പോൾ ആ ശിക്ഷയില്ലായിരുന്നു. അതാണ് പൗലോസ്ലിയ റോമർക്കെഴുതിയ ലേഖനത്തിലൂടെ അവിടെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ നിയമം പാപത്തിന്റെ ശക്തി 56-ാം വാക്യത്തിൽ പറയുന്ന പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം വന്നപ്പോഴാണ്. അവിടെ റോമറിന്റെ 6:14 വായിച്ചാല് നമുക്ക് അതിനൊരു അടുത്തൊരു മറുപടിയായിട്ട് കാണാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതെ, കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലായ പാപം നമ്മൾ കർത്തൃത്വം നടത്തരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതായത് നേരത്തെ പറഞ്ഞു ന്യായപ്രമാണം മൂലം പാപം കണക്ക്. അതായത് ഇവിടെ പറയുന്നു പാപം ദൈവത്തിന്റെ കൃപ മൂലം പാപം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ദൈവകൃപ നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ നമുക്ക് ന്യായപ്രമാണത്തിന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ 57-ലേക്ക് നമ്മൾ പോകുമ്പോൾ, എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ദൈവം തന്റെ ജനത്തിന് വിജയം നൽകുന്നു, ഇതിന് വളരെയധികം നന്ദിയുള്ളവരായിരിക്കണമെന്നും നമ്മളെ പൗലോസ്ലിയ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ഇത് ന്യായമായ ഒരു കാര്യമായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും പാടുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പാടും. പക്ഷെ ആ പാട്ടിൽ അതിന് റോമർ 8:37 നമ്മൾ അതിന്റെ ഒരു വാക്യങ്ങൾ കാണാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അല്ല, നമ്മളെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും നമുക്ക് പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. എത്ര മനോഹരമായ വാക്യം. നമുക്ക് ഇത്രയൊക്കെ വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ലോകത്തെ പേടിക്കുന്നത്, വായിക്കുന്നത്? അപ്പം യേശുക്രിസ്തു വരിച്ച വിജയം പാപത്തിന്റെ മേലുള്ള വിജയം. കാരണം അവൻ പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിൽ മരണത്തിന്റെ വിഷമുള്ള നീങ്ങിപ്പോയി. മരിച്ചവരിൽ നിന്നും ആദ്യഫലമായി ഉയർത്ത ക്രിസ്തുവിന്റെ വിജയം മരണത്തിന് മേലുള്ള വിജയമാണ്. അത് പാപത്തിന്റെയും മരണത്തിന്റെയും മേലുള്ള വിജയമാണെന്ന് നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ 2 അധ്യായങ്ങളിലും നമ്മൾ അത് തന്നെ കണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ 3-ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഈ അവസ്ഥാന്തരം അല്ലെങ്കിൽ ഉത്ഥാനം കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിലാണ് സംഭവിക്കുന്നത്. ഇത് മരണം അന്തിമമായി പരാജയപ്പെട്ടതിന്റെ മണിമുഴക്കമായിരിക്കും. ക്രിസ്തു പാപത്തിന്റെയും നിയമത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം വരിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിന്റെ ജോലിയിൽ അചഞ്ചലരായി മുന്നോട്ട് പോകാൻ ഉപദേശിച്ചുകൊണ്ടാണ് പൗലോസ് തന്റെ വാക്കുകൾ നിർത്തുന്നത്. അതായത് ഈ കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ജീവനോട്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന്. അതായത് ആ പ്രയത്നം കർത്താവിന്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും നാം ചെയ്യുന്നുവെങ്കിൽ പ്രയത്നം ഗുണമില്ലാത്തതും ഫലമില്ലാത്തതും ആവുകയില്ല. അതായത് അതാ പൗലോസ്ലിയ അവിടെ ഓർപ്പിക്കുന്ന 58-ാം വാക്യത്തിൽ കർത്താവിൽ വ്യർത്ഥമല്ല എന്ന്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, അതായത് കർത്താവിന്റെ നിയന്ത്രണത്തിനാണ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നെങ്കിൽ ആ പ്രവർത്തനത്തിനെല്ലാം ഫലം ഉണ്ടാകും. ആ ഫലം ഉടനെ ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷെ അതിന്റെ ആ സമയത്ത് അത് ആകയാൽ പ്രിയപ്പെട്ടവരെ, അതായത് പത്രോസ്ലിയ അതിനൊരു റെഫറൻസ് നമ്മളെ പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 3:13 നമുക്കത് കാണാം. 13-ഉം 14-ഉമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇവ എന്ന് പറയുന്നത് എന്തുവാ? നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തുവാ? കളങ്കവും കറയും ഇല്ലാത്ത സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടുക. നമ്മളോട് നമ്മുടെ പ്രത്യാശ, ഞാൻ 9 തൊട്ട് 58 വരെയുള്ളത് വിശ്വാസികളുടെ പ്രത്യാശ. ആ പ്രത്യാശ എന്തുവാ? നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായിട്ടുള്ള ഒരു പ്രത്യാശയോടെ നാം കഴിയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ദിനവൃത്താന്ത പുസ്തകത്തില് നമുക്ക് നമ്മുടെ പ്രവൃത്തികളുടെ ഫലത്തെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 15:7, ക്രോണിക്കിൾസ് 2 Chronicles 15:7. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അതെ, നിങ്ങൾ തളർന്നു പോകരുത്. കർത്താവിടെ ആ 58-ാം വാക്യത്തിൽ പറയുന്ന നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ അർത്ഥമില്ലാതായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ ഇപ്പോഴും വർദ്ധിച്ചു വരുന്നത്, അതായത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ ധീരന്മാരായിരിക്കും, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ പ്രതിഫലം. അത് ദൈവഹിതത്താൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ഫലം ഉണ്ടാവുമെന്ന് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണും. അപ്പം നമ്മളെ ദൈവത്തിന്റെ വേല അചഞ്ചലമായി മുന്നോട്ട് പോകാൻ ദൈവം നമുക്കെല്ലാം ശക്തി പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ അധ്യായത്തിന് യേശുവിന്റെ ഉയർപ്പ് ഞായറാഴ്ചയുടെ ആരാധനാക്രമത്തിൽ മാത്രം ഒതുക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഴുവൻ അടിത്തറ ഉയർപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന സത്യമാണ്. ചരിത്രത്തിൽ ആരും നേരിൽ കാണാത്ത ഒരു യാഥാർത്ഥ്യം. പുനരുത്ഥാനം ആരും കണ്ടില്ല എന്നതിൽ പുനരുത്ഥാനം ചെയ്തവനെ അനേകർ കണ്ടു എന്നതിനാലാണ് ഈ സത്യത്തിന്റെ ചുരുളഴിയുന്നത്. കർത്താവിന്റെ ദർശനം ഉണ്ടായവർക്കെല്ലാം സുവിശേഷം ആഹ്വാനമാണ് ലഭിച്ചത്. ദൈവവചനത്തിലും വിശുദ്ധ ആരാധനയിലും സഭയുടെ അജപാല ശുശ്രൂഷകളിലും എല്ലാറ്റിനും ഉപരി നിരാശരായി കണ്ണുനീരോടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നിമിഷങ്ങളിലും ഇന്നും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ സ്വരം കേട്ട് അവിടുത്തോടുകൂടി നടന്ന് അവിടുത്തെ ജോലികൾ അചഞ്ചലരായി ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എല്ലാ മനുഷ്യരുടെ ഉയർപ്പിന്റെ അച്ചാരം. ഉയർത്തെഴുന്നേൽപ്പ് കണ്ടവരാണ് എല്ലാ മനുഷ്യരും. എല്ലാ മനുഷ്യരും ചെയ്യേണ്ട നാം ഓരോരുത്തരുടേത് കർത്താവിന്റെ കാര്യത്തെ എന്ന പോലെ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിനും തമ്മിൽ അതിസ്വാഭാവികമായ ഒരു തുടർച്ചയുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം മാനസിക ശാരീരിക വിശുദ്ധിയിൽ നാം കാത്തു സൂക്ഷിക്കാനും അതുവഴി നാം എല്ലാവരും നിത്യതയുടെ മഹത്വത്തിൽ എത്തിച്ചേരുവാനും കർത്താവിന്റെ ജോലിയിൽ തീക്ഷ്ണതാപൂർവം വ്യാപൃതരാകാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഇതിൽ കൺക്ലൂഷൻ ചെയ്യുമ്പോൾ വെളിപാട് പുസ്തകം 14:13. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അതെ, നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശ. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതയടയുന്നവർ അനുഗ്രഹീതരാണ്. അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമവും അവരുടെ പ്രവൃത്തികൾക്ക് ഉള്ള ഫലവും നൽകുന്നതായ സമയം. അതിന് ദൈവം നമുക്കെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുനരുത്ഥാനത്തിൻ്റെതായ നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇനി ആർക്കെങ്കിലും ചോദ്യമുണ്ട് ചോദിക്കാം. ഇന്ന് ആദ്യമായിട്ട് നേരത്തെ ക്ലാസ്. താങ്ക് യു ഷമാഷ. ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു നല്ല ഒരു പ്രത്യാശ പകരുന്ന ഒരു അധ്യായമായിരുന്നു. ഒരുപാട് നല്ലതായിട്ട് ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. 6 മിനിറ്റ് ബാക്കിയുണ്ട്. റെക്കോർഡിംഗ് സ്റ്റോപ്പ്.